ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹി ഇബ്രാഹിമിന്റെ സംസ്കാരം പൂർത്തിയായി. മുള്ളരിങ്ങാട് മസ്ജിദുൽ ബദരിയ പള്ളി ഖബർസ്ഥാനിലായിരുന്നു ഖബറടക്കം. വിവരങ്ങളുമായി ജോസിൽ, ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ. ഖബറടക്കം കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഏതൊക്കെ സ്വീകരിക്കണമെന്ന തീരുമാനം, അതടക്കമുള്ള സമഗ്രതയിലേക്ക് പോയാൽ. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അമറിൻ്റെ ഖബറടക്കം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം തലക്കോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടന്നിരിക്കുകയാണ്. ഈ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചിൽ വിവിധ കക്ഷികളുടെ നേതാക്കന്മാർ സംസാരിച്ചു. ഡീൻ കുര്യാക്കോസ് MP, അതിനുശേഷം കോതമംഗലം MLA ആന്റണി ജോൺ അടക്കമുള്ള ആളുകൾ സംസാരിച്ചു. അതുപോലെ തന്നെ CPM നേതാക്കൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു ജനകീയ പ്രശ്നം തന്നെയാണ്. ഈ ഇടുക്കി ജില്ലയിലെ അല്ലെങ്കിൽ ഈ വനാതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം ഉള്ള ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങളുടെ വികാരമാണ്. ആ വികാരമാണ് അവരുടെ പ്രതിനിധികളായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സംസാരിക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ആദ്യം സംസാരിച്ച ഡീൻ കുര്യാക്കോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അതിനുശേഷം സംസാരിച്ച ആന്റണി ജോൺ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോജിച്ചുള്ള കൂട്ടായ ക്രിയാത്മകമായ ഇടപെടലിൽ മാത്രമേ ഇതിനകത്തൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതാത് പ്രദേശത്തെ ജനപ്രതിനിധികളും ഇതിനകത്ത് കൃത്യമായി നിലപാടെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ സംഭവം നടന്നത് തൊടുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ പ്രദേശമാണ്. ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിൽ വനാതിർത്തിയുമായി പങ്കിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏക മേഖല ഈ വണ്ണപ്പുറം മേഖലയാണ്. എന്നാൽ ആന്റണി ജോണിൻ്റെ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിൽ MLA ഫണ്ട് അടക്കം കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ നബാർഡിൻ്റെ അടക്കം ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ സഹായത്തോടു കൂടി ഫെൻസിങ്ങും ട്രെഞ്ചിങ്ങും അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇവിടെ ഈ മുള്ളരിങ്ങാട് മേഖലയിൽ നേരത്തെ ഒരു 10-40 വർഷമായിട്ട് കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്ന ഒരു മേഖലയല്ല. ഇവിടെ ഈ നേരിമംഗലം കാട്ടിൽ നിന്നും പെരിയാറ് കടന്ന് കുറേ ആനകൾ, 10-18ഓളം ആനകളുടെ ഒരു കൂട്ടം ഇവിടേക്ക് വന്നുപെട്ടതാണ്. അതൊരു ഏകദേശം ഒരു 2.5-3 വർഷം മാത്രമാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. അത് മാത്രമല്ല, ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവം വേദനാജനകമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കും. ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നും മന്ത്രി പറഞ്ഞു.